രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 5ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കൗൺസിൽ തരംഗവും കൗൺസിൽ വിരുദ്ധ തരംഗവും എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1965 ഡിസംബർ 8 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്തിൽ അർപ്പിച്ച ദീപബലിയോടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് തിരശ്ശീല വീണു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അവസാനിച്ചിട്ട് 60 വർഷങ്ങൾ തികയുകയാണ്. അജ്യുണമെൻറ്റോ, ആധുനിക ലോകത്തിനും കാലത്തിനും വാതിലുകളും ജനലുകളും തുറന്നിടുക. 23-ാം യോഹന്നാൻ മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തോടെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചത്. കാറ്റും വെളിച്ചവും സഭയ്ക്കുള്ളിലേക്ക് കയറട്ടെ എന്നായിരുന്നു മാർപ്പാപ്പയുടെ ലക്ഷ്യം. കാറ്റും വെളിച്ചവും കയറി. കാറ്റും വെളിച്ചവും കയറുക മാത്രമല്ല, പൊടിയും ചെളിയും ഒപ്പം കുറെ കയറി കാണും. കതകും ജനലുകളുമൊക്കെ തുറന്നിട്ടവര് അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കാൻ മറക്കുകയോ തുറക്കേണ്ടിടത്തോളം തുറക്കുകയോ തുറന്നിട്ട് ആ വീടിൻ്റെ സ്ഥിതിഗതികൾ ക്രമാനുഗതമായി പരിശോധിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണോ ഇന്ന് കൗൺസിൽ തരംഗത്തോടൊപ്പം കൗൺസിൽ വിരുദ്ധ തരംഗവും നിലനിൽക്കുന്നത് എന്നറിഞ്ഞുകൂടാ. കൗൺസിൽ തുടങ്ങിയ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും കൗൺസിൽ തരംഗവും കൗൺസിൽ വിരുദ്ധ തരംഗവുമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടുക വഴി 23-ാം യോഹന്നാൻ മാർപ്പാപ്പ വരുത്തിവെച്ച വിപത്തുകളെ അതിജീവിക്കാൻ സഭയ്ക്ക് 50 വർഷങ്ങൾ മതിയാവില്ല എന്ന് പറഞ്ഞത് ജനീവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ഗുസപ്പെ സീരി ആയിരുന്നു. 1978 പോളണ്ടിലെ ആർച്ച് ബിഷപ്പായിരുന്ന കരോൾ വോയ്റ്റിൽബയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുമ്പോൾ കർദിനാൾ സീരി ആകും മാർപ്പാപ്പ എന്ന് കരുതിയിരുന്നവരായിരുന്നു ഒരുപാട് പേർ എന്നതും വിസ്മരിച്ചുകൂടാ. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും കൗൺസിൽ തരംഗവും കൗൺസിൽ വിരുദ്ധ തരംഗവും സഭയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നും പലരുടെയും മനസ്സിൽ കൗൺസിൽ തരംഗം മാത്രമല്ല, കൗൺസിൽ വിരുദ്ധ തരംഗവും ഉണ്ടായിരിക്കും. കൗൺസിൽ തരംഗത്തിനും കൗൺസിൽ വിരുദ്ധ തരംഗത്തിനും ഇടയിൽ കാലത്തിന്റെ സ്വരം ശ്രവിക്കാനുള്ള കാതുകളുടെ കൂർമ്മതിയും ദൈവാരൂപിയിൽ നയിക്കപ്പെടാനുള്ള ഹൃദയത്തിന്റെ തുറവിയുമാണ് സഭാ നേതൃത്വത്തിനും വിശ്വാസി ഗണത്തിനും ഇന്ന് ആവശ്യം. കൗൺസിൽ തരംഗമോ കൗൺസിൽ വിരുദ്ധ തരംഗമോ എന്ന ചോദ്യമല്ല പ്രസക്തം, ദൈവാരൂപിയിൽ നയിക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. സഭയുടെ ഔദ്യോഗികമായ കൗൺസിലിന്റെ ചൈതന്യമനുസരിച്ച് ദൈവാരൂപിയിൽ നയിക്കപ്പെട്ട് കൗൺസിലിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ആഹ്വാനമാണ് സഭ ഔദ്യോഗികമായി നമുക്ക് തരുന്നത്. അതുകൊണ്ട് കൗൺസിൽ വിരുദ്ധ തരംഗം എന്ന് പറയുന്ന പ്രവണതയ്ക്ക് പ്രസക്തിയില്ല. അത് സഭയ്ക്ക് ഗുണം ചെയ്യില്ല. കൗൺസിലിന്റെ ചൈതന്യം ജീവിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക.